بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. كتاب النية والإخلاص والصدق. നീയത്തിനെ കുറിച്ചും അമലിൽ ഉണ്ടാവേണ്ട സൽക്കർമ്മങ്ങളിൽ ഉണ്ടാവേണ്ട നീയത്തിനെ കുറിച്ചും അത് ഇഖ്ലാസോടുകൂടി ആകുന്നതിനെ കുറിച്ചും ഇഖ്ലാസ് എന്ന് പറയുന്നത് സത്യസന്ധമാകുന്നതിനെ കുറിച്ചുമുള്ള കിതാബ്. 3 കാര്യമാണ് ഈ കിതാബിൽ പ്രതിപാദിക്കുന്നത്. അമലുകളുടെ നീയത്ത് ക്ലിയർ ആകുന്നതിന് വേണ്ട ഇഖ്ലാസ്, ആ ഇഖ്ലാസ് സത്യസന്ധമാകുക, സിദ്ഖ്. وهو അൽ കിതാബു സാബിഉ മിൻ റുബുൽ മുൻജിയാത്ത് മിൻ കിതാബി ഇഹ്യാ ഉലൂമിദ്ദീൻ. ഇഹ്യാ ഉലൂമിദ്ദീൻ എന്ന കിതാബിൽ നിന്നുള്ള റുബുൽ മുൻജിയാത്തിലെ 7ാമത്തെ കിതാബാണിത്. ഇഹ്യാ ഉലൂമിദ്ദീനിനെ 4 റുബുകളായിട്ട് തിരിച്ചിരിക്കുക. റുബു എന്ന് പറഞ്ഞാൽ 4-1. ഒരു റുബു, അടുത്ത റുബു, പിന്നെ അടുത്ത റുബു. ഇത് 4ാമത്തെ റുബുആൻ, 4ാമത്തെ ജുസു, 4ാമത്തെ റുബുആൻ. അത് കിതാബ് തൗബയിലാണ് തുടങ്ങുന്നത്, ദിക്റുൽ മൗത്തിൽ അവസാനിക്കും. നമ്മൾ ആ ദിക്റുൽ മൗത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്. അൽഹംദുലില്ലാ. ഇതിപ്പോ ഇടയ്ക്കൊരു പാഠം എടുക്കുകയാണ്. ഈ പറഞ്ഞ റുബുൽ മുൻജിയാത്തിൽപ്പെട്ട, അതിനു മുമ്പുള്ള റുബുൽ മുഹലിക്കാത്ത്, റുബുൽ ഇബാദാത്തുണ്ട്, റുബുൽ ആദാത്തുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാം. ഇത് റുബുൽ മുൻജിയാത്തിൽ ഉൾപ്പെട്ട 7ാമത്തെ ബാബാണ്. നമ്മൾ 10ാമത്തെ ബാബാണ് ദിക്റുൽ മൗത്ത് പഠിച്ചത്. 1ാമത്തെ ബാബ് കിതാബ് തൗബയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുല്ലാഹ ഹംദശ് ശാകിരീൻ. നഹ്മദുല്ലാഹ, നാം അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ഹംദശ് ശാകിരീൻ, ഷാക്കിറുകളുടെ ഹംദ് ചെയ്യുന്നു. നന്ദിയുള്ളവരുടെ സ്തുതി, ലോകമാന്യക്കാരന്റെ സ്തുതിയല്ല, മറിച്ച് നന്ദിയുള്ള അടിമയുടെ സ്തുതി നാം സ്തുതിക്കുന്നു. വനുഅ്മിനു ബിഹി, നാം ആ യജമാനനിൽ വിശ്വസിക്കുന്നു. ഈമാനൽ മൂഖിനീൻ, യഖീനുള്ളവരുടെ ഈമാൻ കൊള്ളുന്നു. നല്ല യഖീനുള്ള, മനസ്സിൽ ഉറപ്പുള്ളവരുടെ ഈമാൻ. ഞങ്ങൾ വെറും വിശ്വസിക്കുന്നു പറയലല്ല, യഖീനുള്ളവരുടെ ഈമാൻ. വനുഖിറു ബിവഹ്ദാനിയ്യതിഹി, അല്ലാഹുവിന്റെ ഏകത്വത്തിനെ നമ്മൾ സമ്മതിച്ചു പറയുന്നു. ഇഖ്റാറ സ്വാദിഖീൻ, സത്യസാദിഖുകളുടെ ഇഖ്റാറ്, സത്യസന്ധന്മാരുടെ ഇഖ്റാറ് ചെയ്യുന്നു. വെറുതെ നമ്മൾ സമ്മതിച്ചു പറയലല്ല, സമ്മതിച്ചു പറഞ്ഞു എന്ന് പറയലല്ല, മറിച്ചത് സത്യസന്ധമായ രീതിയിൽ സമ്മതിച്ചു പറയുന്നവരുണ്ട്. അവരുടെ ഇഖ്റാറ്, അവരുടെ പോലുള്ള ഇഖ്റാറ് ഞങ്ങൾ ചെയ്യുന്നു. വനശ്ഹദു, നാം സാക്ഷ്യം വഹിക്കുന്നു. അല്ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ലെന്ന്, മറ്റൊരു ആരാധ്യനുമില്ല. റബ്ബുൽ ആലമീൻ, മുഴുവൻ ലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ലെന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. പടച്ചതമ്പുരാൻ റബ്ബുൽ ആലമീനാൻ, ലോകങ്ങളുടെ എല്ലാം, മുഴുവൻ ലോകങ്ങളുടെയും രക്ഷിതാവാണ്. പിന്നെയോ വഖാലിഖുസ് സമാവാതി വൽ അർളീൻ, ആകാശങ്ങളുടെയും ഭൂമികളുടെയും സൃഷ്ടാവാണ് അവൻ. ആകാശങ്ങളുണ്ട്, ശാസ്ത്രം തന്നെ പറയുന്ന കോടാനുകോടി ഗാലക്സികളുണ്ട്. ഓരോ ഗാലക്സിയിലും 10 കോടിയോളം വരുന്ന നക്ഷത്രങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു എന്ന് അറിഞ്ഞുകൂടാ, കാരണം അങ്ങോട്ടൊന്നും എത്താൻ കഴിയില്ല. ഈ പറയുന്ന വിഷയത്തിലേക്കൊന്നും എത്താൻ കഴിയില്ല. ഏതുമായിക്കോട്ടെ, അത്ര ഉണ്ടെന്നാണ് പറയുന്നത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് 7 ആകാശത്തിന് നാം പടച്ചു എന്നാണ്. അല്ലാഹു അല്ലദീ ഖലഖ സബ്അ സമാവാതി വമിനൽ അർളി മിസ്ലഹുന്ന, ആകാശം അതുപോലെ തന്നെ ഭൂമിയും അതുപോലെ തന്നെയാണെന്നാണ്. അതൊന്നും ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി വിശുദ്ധ ഖുർആനിൽ എന്തു പറഞ്ഞു അതൊന്നും വ്യക്തമായി കണ്ടെത്തിയിട്ടില്ല. അപ്പൊ ഏതുമാവട്ടെ, അവൻ ആകാശങ്ങളുടെ സിത്താവാണ്. വൽ അർളീൻ, ഭൂമികളുടെയും. മുക്കല്ലിഫുൽ ജിന്നി വൽ ഇൻസി വൽ മലായികത്തിൽ മുഖറബീൻ, ജിന്നുകളോടും ഇൻസുകളോടും മലായികത്തുൽ മുഖറബീൻ, അള്ളാഹുവിന്റെ
സാമീപ്യം കരസ്ഥമാക്കിയ മലക്കുകളോടും അവൻ കൽപ്പിക്കുന്നവനാണ്. അയ്യഅ്ബുദൂഹു, അവരെല്ലാം അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് കൽപ്പിക്കുന്നവനാണ് അള്ളാഹു. എങ്ങനെ ആരാധിക്കണമെന്ന്? ഇബാദത്തൽ മുഖ്ലിസീൻ, ഇഖ്ലാസ് ഉള്ളവരുടെ ഇബാദത്ത് ചെയ്യണമെന്ന് കൽപ്പിക്കുന്നവനാണ്. വഖാല അല്ലാഹു തആല, പടച്ചതമ്പുരാൻ പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്നല്ലാതെ, മുഖ്ലിസീന ലഹു, അള്ളാഹുവിനെ അവർ നിഷ്കളങ്കമാക്കിയ നിലയിൽ, അദ്ദീന, ദീനിനെ അഥവാ ഇബാദത്തിനെ നിഷ്കളങ്കമാക്കിയ നിലയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്നല്ലാണ്ട് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇവരോടെല്ലാം കൽപ്പിച്ചു. അങ്ങനത്തെ കൽപ്പിക്കുന്ന അള്ളാഹു, ആ അള്ളാഹു അല്ലാണ്ട് വേറെ ഒരു രക്ഷിതാവുമില്ല എന്ന്, ഒരു ഇലാഹുമില്ലെന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. അപ്പൊ ഫമാലില്ലാഹി, അള്ളാഹുവിന് ഇല്ല ഇല്ലദ്ദീനുൽ ഖാലിസുൽ മതീൻ, ഖാലിസായ തെളിമയാർന്ന യാതൊരു കലർപ്പുമില്ലാത്ത നല്ല ഉറപ്പുള്ള ദീൻ അല്ലാതെ ഒന്നും അള്ളാഹുവിനില്ല. ഫമാലില്ലാഹി, അപ്പൊ അള്ളാഹുവിനില്ല ഇല്ലദ്ദീനുൽ ഖാലിസു, ഖാലിസായ കലർപ്പില്ലാത്ത ദീനല്ലാതെ, അൽ മത്തീനു, നല്ല ഉറപ്പുള്ള ദീൻ. പൈന്നു, അപ്പൊ അള്ളാഹു, കാരണം അള്ളാഹു തആല അഗ്നൽ അഗ്നിയായി, ഖനികളിൽ ഏറ്റവും ഖനിയാണ് അള്ളാഹു, സ്വയാശ്രയന്മാരിൽ ഏറ്റവും സ്വയാശ്രയനാണ്. അൻഷിർക്കത്തിൽ മുശാരിക്കീൻ, പങ്കാളികളുടെ പങ്കിനെ തൊട്ട്, പങ്കാളികളായി വരുന്നവരുടെ പങ്കിനെ തൊട്ട് അള്ളാഹു തആല ഏറ്റവും സ്വയാശ്രയനാണ്. അള്ളാഹു ആരുടെയും പങ്കിന്റെ ആവശ്യമില്ല. യജമാനനായ അള്ളാഹുവിന് ഒരാളുടെയും പങ്കിന്റെ ആവശ്യമില്ല. അവൻ പങ്കില്ലാത്തവനാണ്, ആരുടെയും പങ്ക് ആവശ്യമില്ലാത്തവനാണ്, അതിനെ തേടാത്തവനാണ്, അതിനെ ഇഷ്ടപ്പെടാത്തവനാണ്, അതിനോട് കോപിക്കുന്നവനാണ്, പങ്കിനോട്. വസ്സലാത്തു അലാ നബിയിഹി, അള്ളാഹുവിന്റെ ഗുണം അവന്റെ നബിയുടെ മേൽ ഉണ്ടാവട്ടെ, അതായത് മുഹമ്മദിന്റെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ആരാണ്? സയ്യിദുൽ മുർസലീൻ, മുർസലുകളുടെ എല്ലാം നേതാവാണ്. വാല ജമീഉൻ നബിയൻ, മുഴുവൻ നബിമാരുടെ മേലും ഉണ്ടാവട്ടെ അള്ളാഹുവിന്റെ അനുഗ്രഹം. വാല ആലിഹി, അവിടുന്ന് കുടുംബാദികളുടെ മേലും, അസ്ഹാബിഹി, അവിടുന്ന് അനുചരന്മാരുടെ മേലും, അവിടുന്നോടൊപ്പം കഴിഞ്ഞുകൂടിയ സഹകാരികൾ, അത്തയ്യിബീന, പരിശുദ്ധരായ, അത്താഹിരീന, ശുദ്ധിയുള്ളവരായ, മനഃശുദ്ധിയുള്ളവരും ബാഹ്യശുദ്ധിയുള്ളവരുമായ അവരുടെ മേൽ അള്ളാഹുവിന്റെ ഗുണമുണ്ടാവട്ടെ. അമ്മാ ബഅദ്, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഓരോ കിതാബിന്റെയും തുടക്കത്തിൽ അതിനോട് യോജിക്കുന്ന ഒരു ഹംദും സലാത്തും കൊടുക്കും. ഇവിടെ അപ്പൊ അതിനോട് യോജിക്കുന്ന ഹംദും സലാത്തുമാണ് ഇവിടെ കൊടുത്ത ഈ ബാബിനോട്. അമ്മാ ബഅദ് ഫഖദ് ഇൻകശഫ ലി അർബാബിൽ ഖുലൂബി, ഖൽബുള്ളവർക്ക് വെളിവായിരിക്കുന്നു, വ്യക്തമായിരിക്കുന്നു. ഫഖദ് ഇൻകശഫ, തുറന്നു ലഭിച്ചിരിക്കുന്നു, കിട്ടിയിരിക്കുന്നു. ലി അർബാബിൽ ഖുലൂബി, ഖൽബുകൾ ഉള്ളവർക്ക്. എങ്ങനെയാണ് അവർക്ക് തെളിഞ്ഞു കിട്ടിയത്? ബി ബസീറത്തിൽ ഈമാനി, ഈമാനിന്റെ ഉൾക്കാഴ്ച കൊണ്ട് തെളിഞ്ഞു കിട്ടിയിരിക്കുന്നു. വ അൻവാരിൽ ഖുർആനി, ഖുർആനിന്റെ പ്രകാശങ്ങളെ കൊണ്ടും ഈമാനിന്റെ ഉൾക്കാഴ്ച കൊണ്ടും ഖൽബുകൾ ഉള്ളവർക്ക് തെളിഞ്ഞു കിട്ടി. തെളിഞ്ഞു കിട്ടിയത് എങ്ങനെയാണ്? ഈമാനിന്റെ ബസീറത്ത് കാരണമായി തെളിഞ്ഞു കിട്ടി, ഖുർആനിന്റെ നൂറുകൾ കാരണമായി തെളിഞ്ഞു. എന്താ തെളിഞ്ഞു കിട്ടിയത്? അല്ലാ വുസൂല ഇല സആദത്തി, വിജയത്തിലേക്ക് എത്തുക സാധ്യമല്ല, ഇല്ലാ ബിൽ ഇൽമി വൽ ഇബാദത്തി, ഇൽമു കൊണ്ടും ഇബാദത്ത് കൊണ്ടും അല്ലാതെ വിജയത്തിലേക്ക് എത്തുക സാധ്യമല്ല എന്നത് തെളിഞ്ഞു കിട്ടി. അപ്പൊ ഫന്നാസു, ജനങ്ങൾ, കുല്ലും, ജനങ്ങൾ മുഴുവനും, ഹൽക്ക, അവരെല്ലാം നാശകാരികളാണ്, നാശത്തിലാണ്. ഇല്ലൽ ആലിമൂൻ, ആലിമുകളല്ലാതെ, വിവരമുള്ളവരല്ലാതെ ബാക്കിയുള്ളവരെല്ലാം നശിച്ചു പോയവരാണ്. വൽ ആലിമൂന കുല്ലുഹും ഹൽക്ക, വിവരമുള്ളവർ മുഴുവനും നാശത്തിലാണ്, നശിച്ചവരാണ്. വിവരമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിവരമുള്ളവരെല്ലാം നാശത്തിലാണ്. ഇല്ലൽ ആമിലൂൻ, അമൽ ചെയ്യുന്നവർ ഒഴികെ, അമൽ ചെയ്യുന്നവരല്ലാത്ത വിവരമുള്ളവരെല്ലാം നാശത്തിലാണ്. വൽ ആമിലൂന കുല്ലുഹും ഹൽക്ക, അമൽ ചെയ്യുന്നവരെല്ലാവരും നാശത്തിലാണ്, ആരും വിജയത്തിലല്ല. ഇല്ലൽ മുഖ്ലിസൂൻ, മുഖ്ലിസുകൾ ഒഴികെ, നിഷ്കളങ്കമായി ഇബാദത്ത് ചെയ്യുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. അവസാനം ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്, അദ്ദേഹം എടുത്തു കൊടുത്തതാ. വൽ മുഖ്ലിസൂനായി, നിഷ്കളങ്കരാവട്ടെ, അലാ ഖതറിൻ അദീം, ഭയാനകമായ അപകടത്തിലാണ്. നിഷ്കളങ്കർ തന്നെ ഭയാനകമായ അപകടത്തിലാണ്. കാരണം നിഷ്കളങ്കർക്ക് ഉജുബ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവരും നാശത്തിലാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്, അദ്ദേഹം എടുത്തു കൊടുത്തതാണ്.
ഫൽ അമലു, അപ്പൊ അമൽ ചെയ്യൽ ബിഗൈരി നിയ്യത്തിൻ, ഒരു നിയ്യത്തും ഇല്ലാണ്ട് വെറുതെ അമൽ ചെയ്യൽ അനാഉൻ, അത് കഷ്ടപ്പെടുത്തലാണ്. ഒരു നിയ്യത്തുമില്ലാതെ വെറുതെ ഇങ്ങനെ അമൽ ചെയ്യും. വന്നു കൈ കെട്ടി ആ കുനിഞ്ഞു എഴുന്നേറ്റു, കുനിഞ്ഞാൻ കൂടെ കുനിഞ്ഞാൻ, ഇങ്ങനെ ചെയ്യൽ അനാഉൻ, കഷ്ടപ്പെടുത്തലാണ് ശരീരത്തെ. വൻ നിയ്യത്ത് ബിഗൈരി ഇഖ്ലാസ്, ഇഖ്ലാസ് ഇല്ലാത്ത നിയ്യത്ത്, നിയ്യത്തില്ലാത്ത അമല് വെറുതെ കഷ്ടപ്പെടലാണ്. ഇഖ്ലാസ് നിയ്യത്തുണ്ട്, പക്ഷെ അതിന് ഇഖ്ലാസ് ഇല്ല. നാവ് കൊണ്ട് പറയുന്നുണ്ട് അള്ളാഹുവിന് വേണ്ടി എന്നൊക്കെ, പക്ഷേ ഇഖ്ലാസ് ഇല്ല. അങ്ങനെ ഇഖ്ലാസ് ഇല്ലാത്ത നിയ്യത്ത് റിയാ ഉൻ, അത് ലോകമാന്യതയാണ്. നിഫാഖു, അത് കപടതയാണ്. കഫാഅൻ, കഫാഇനാൽ എന്ന് പറഞ്ഞാല് കപടത, അവർക്ക് അത് മതി, കപടത. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ. അള്ളാഹുവിനോട് എതിര് ചെയ്യുന്നതിനോടൊപ്പം സവാഉൻ, തുല്യമാണ്. അഥവാ അള്ളാഹുവിനോട് എതിര് ചെയ്യുക എന്നുള്ള ഉള്ളത് അവിടെ വരുന്നു. അതും ഈ നിഫാഖും രണ്ടും കൂടെ കൂടുന്നു. രണ്ടും തുല്യമാണ് ശിക്ഷയില്, പാപത്തില്. വൽ ഇഖ്ലാസു മിൻ ഗൈരി സിദ്ഖിൻ, ഇനി സിദ്ഖ്, സത്യസന്ധമല്ലാത്ത ഇഖ്ലാസോ, ഈ നിയ്യത്തില്ലാത്ത അമല്, അത് പറഞ്ഞു വെറും കഷ്ടപ്പാട് മാത്രം, പ്രയോജനമില്ല. രണ്ടാമത്തെ ഇഖ്ലാസ് ഇല്ലാണ്ട് നിയ്യത്തോ, അത് റിയാ ആണ്. ഇനി നീ ഇഖ്ലാസ് ഉണ്ട് മിൻ ഗൈരി സിദ്ഖിൻ, സത്യസന്ധമായ ഇഖ്ലാസ് അല്ല ഉള്ളത്. അതായത് ഇഖ്ലാസിന്റെ മീതെയാണ് സിദ്ഖ്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതില്ലാത്ത ഇഖ്ലാസ്, തഹ്കീക്കിൻ, തഹ്കീക്കും, ആ വിഷയത്തിൽ ഉറപ്പില്ലാത്ത ഇഖ്ലാസ്, അത് ഹബാഉൻ, വിതറപ്പെട്ട ധൂളിയാണ്, ഒരു പ്രയോജനവുമില്ല. ഫഖദ് ഖാല അല്ലാഹു തആല, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അർളി, ഫീ കുല്ലി അമലിൻ, എല്ലാ ഓരോ അമലിന്റെ വിഷയത്തിലും, കാന അമലുണ്ടായി ബി ഇറാദത്തി ഗൈരില്ലാഹി, കാന അമലായി ബി ഇറാദത്തി ഗൈരില്ലാഹി, അള്ളാഹു അല്ലാത്തവരുടെ ഇറാദത്തിനോട് മശൂബ, കലർക്കപ്പെട്ടതായി. അത് തന്നെയാണ് മഗ്മൂറ, അതുമായി കൂട്ടിക്കലർത്തപ്പെട്ടതായി. അങ്ങനത്തത് അള്ളാഹു താല പറഞ്ഞു, ഫീ കുല്ലി അമലിൻ, എല്ലാ ഓരോ അമലിന്റെ വിഷയത്തിലും. എങ്ങനത്തെ അമലാണ്? കാനബി ഇറാദത്തി നിയ്യത്തിഹി, കാനബി ഇറാദത്തി ഗൈരില്ലാഹി, ആ അമലായി ബി ഇറാദത്തി ഗൈരില്ലാഹി, അള്ളാഹു അല്ലാത്തതിന്റെ ഇറാദത്ത് കാരണമായി, ഇറാദത്തിനോട് മശൂബൻ, കലർത്തപ്പെട്ടതായി ആ അമല്. മഗ്മൂറൻ, മൂടപ്പെട്ടതുമായി, അള്ളാഹുവിന്റെ അല്ലാത്ത ഇറാദത്തിനോട്. അങ്ങനെയുള്ള അമലിനെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞു, വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ, നാം മുന്നിട്ടു, ഇലാമാ അമിലു, അവർ ചെയ്ത അമലിലേക്ക്, ഇലാമാ, ഒന്നിലേക്ക്, അമിലു, അവർ അതിനെ ചെയ്തു. അവർ ചെയ്ത എന്താണ്? മിൻ അമലിൻ, അമലിനാൽ, അവർ ചെയ്ത അമലിലേക്ക് നാം മുന്നിട്ടു, എന്നിട്ട് അതിലേക്ക് നാം തിരിഞ്ഞു. എന്നിട്ട് ഫജഅൽനാഹു, നാം അതിനെ ആക്കി, ഹബാഅൻ മൻസൂറ, വിതറപ്പെട്ട ധൂളിയാക്കി എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറയുന്നു, വലൈത ശഅരി, എനിക്ക്, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, കൈഫ, എങ്ങനെയാണ്, യുസഹ്ഹു നിയ്യതഹു, അവന്റെ നിയ്യത്തിനെ അവൻ സഹിയാകുന്നു. ആര്? മൻ, ഒരുവൻ തന്റെ നിയ്യത്തിനെ സഹിയാകും. എങ്ങനത്തെ ഒരുവൻ? ലാ യഅരിഫു, അവൻ അറിയുകയില്ല, ഹഖീഖത്തൻ നിയ്യത്തി, നിയ്യത്തിന്റെ ഹക്കീക്കത്തിനെ അറിയുകയില്ല. നീയത്തിന്റെ ഹക്കീക്കത്ത്, നീയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയാത്തവൻ അവന്റെ നീയത്തിനെ എങ്ങനെ സഹിഹാക്കും എന്ന് എനിക്ക് അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. അല്ലെങ്കിൽ കൈഫ, എങ്ങനെ, യഖ്ലിസു മൻ, ഒരാള് ഇഖ്ലാസ് ഉള്ളവനാകും. എങ്ങനത്തെ ഒരാള്? സഹഹൻ നിയ്യത്ത, അവൻ നീയത്തിനെ സഹിഹാക്കി. നീയത്തിനെ സഹിയാക്കിയവൻ എങ്ങനെ ഇഖ്ലാസ് ഉള്ളവനാകും? ഇദാലം യഅരിഫ്, അവൻ അറിഞ്ഞില്ലെങ്കിൽ ഹക്കീക്കത്തുൽ ഇഖ്ലാസ്, അൽഹംദുലില്ലാഹ്, ഇഖ്ലാസിന്റെ യാഥാർത്ഥ്യം അവൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അവൻ അതിനെ നിയ്യത്തിനെ സഹിയാക്കിയവന്റെ എങ്ങനെ ഇഖ്ലാസ് ഉണ്ടാവും? ഇഖ്ലാസ് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ. അല്ലെങ്കിൽ കൈഫ തുതാലിബുൽ മുഖ്ലിസ, മുഖ്ലിസിനോട് എങ്ങനെയാണ് തേടുന്നത് നഫ്സു, അവന്റെ നഫ്സ്, ബിസ്ദിഖി, സത്യത്തെ, മുഖ്ലിസിനോട് സത്യത്തെ അവന്റെ നഫ്സ് എങ്ങനെ തേടും? ഇദാലം യതഹഖഖ മഅനാഹു, ആ സിദ്ഖിന്റെ മഅനെ അവൻ ഉറപ്പിച്ചില്ലെങ്കിൽ, അവന് സിദ്ഖിന്റെ മഅന അറിഞ്ഞുകൂടാ. പിന്നെ എങ്ങനെയാണ് അവൻ സിദ്ഖിനെ തേടുന്നത്? ഇഖ്ലാസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവന്റെ അമലിനെ സഹിയാക്കിയ വ്യക്തിക്ക് എങ്ങനെ ഇഖ്ലാസ് ഉണ്ടാവും? ഇഖ്ലാസ് എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ, നിയ്യത്ത് എന്താണെന്ന് അറിഞ്ഞുകൂടാ എങ്കിൽ അവന്റെ അമലില്
എങ്ങനെ സിഹത്തുണ്ടാകും? ഫൽ വളീഫത്തുൽ ഊല, ഒന്നാമത്തെ വളീഫ, ഒന്നാമത്തെ മനുഷ്യന്റെ പിന്നെ മനുഷ്യനുമായി ബന്ധപ്പെട്ട അവന്റെ ഉത്തരവാദിത്വം, അലാകുല്ലി ആബിദിൻ, എല്ലാ അടിമയുടെ മേലും നിർബന്ധമായ ഉത്തരവാദിത്വം. എങ്ങനത്തെ അടിമ? അറാദ, അവൻ ഉദ്ദേശിച്ചു, താഅത്ത് അല്ലാഹി തആല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലിനെ. അള്ളാഹുവിനെ ഇബാദത്തിനെ ഉദ്ദേശിക്കുന്ന ഓരോരുത്തരുടെ മേലുള്ള ആദ്യത്തെ ഉത്തരവാദിത്വം എന്താണ്? യതഅല്ലമൻ നിയ്യത്ത്, നിയ്യത്ത് എന്താന്ന് അറിയാന്നുള്ളതാണ്. അവ്വലൻ എന്തിനാ അറിയേണ്ടത്? ലി തഹ്സുലൽ മാരിഫത്തു, മാരിഫത്ത് കരസ്ഥമാകാൻ. സുമ്മ പിന്നീട് യുസഹിഹഹ, ആ നിയ്യത്തിനെ അവൻ സഹിയാക്കുക എന്നുള്ളതാണ് അടുത്ത നിർബന്ധം. ബിൽ അമലി, അമല് കൊണ്ട്. ബഅദ ഫഹമി ഹഖീഖത്തി സിദ്ഖി, സിദ്ഖിന്റെ യാഥാർത്ഥ്യത്തിനെ മനസ്സിലാക്കിയതിന് ശേഷം. വൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെയും സിദ്ഖിന്റെയും, അത് രണ്ടും പരസ്പരം അടുത്തുള്ളതാണല്ലോ. അതിനെ മനസ്സിലാക്കിയതിന് ശേഷം അമലിനെ സഹിയാക്കുക എന്നുള്ളതാണ് ഓരോ അടിമയുടെ മേലുള്ള ഉത്തരവാദിത്വം. അല്ലദൈനി, എങ്ങനത്തെ സിദ്ഖും ഇഖ്ലാസുമാണ്. ഹുമാ, അത് രണ്ടും വസീലത്തൽ ആബിദി, ഒരടിമയുടെ രണ്ട് മാധ്യമങ്ങളാണ്, വഴികളാണ്. ഇല നജാത്തി വൽ ഖലാസി, രക്ഷയിലേക്കും വിജയത്തിലേക്കുമുള്ള, വിജയത്തിലേക്ക് നജാത്ത്, രണ്ട് ഏകദേശം ഒരു മാനയാണ്. രക്ഷയിലേക്കുള്ള അടിമയുടെ വസീലയാണ് അത് രണ്ടും. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ, ഇഖ്ലാസും അതുപോലെ തന്നെ സിദ്ഖും, അതിന്റെ ഹഖീഖത്ത് മനസ്സിലാക്കിയതിന് ശേഷം അമലിനെ സഹീഹാക്കുക. ഇതാണ് ഓരോ അടിമയുടെയും ബാധ്യത. വനഹ്നു നദ്കുറു, നാം പറയാം, മആനി സിദ്ഖി വൽ ഇഖ്ലാസി, സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഖ്ലാസ് എന്നുള്ള രണ്ടിന്റെ മഅനകളെ നാം പറഞ്ഞു തരാം. ഫി സലാസത്തി അബ്വാബിൻ, 3 ബാബുകളിലായിട്ട്. അൽ ബാബുൽ അവ്വലു, ഒന്നാമത്തെ ബാബ്, ഫി ഹഖീഖത്തി നിയ്യത്തി വ മഅനാഹ, നിയ്യത്തിന്റെ യാഥാർത്ഥ്യം, അതിന്റെ മഅന, അതിനെ കുറിച്ചുള്ളതാണ്. അൽ ബാബു സാനി, രണ്ടാമത്തെ ബാബ്, ഫിൽ ഇഖ്ലാസി വ ഹഖായിഖിഹി, ഇഖ്ലാസിനെ കുറിച്ചും ഇഖ്ലാസിന്റെ ഹഖീഖത്തുകൾ, അതുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ, അതിനെക്കുറിച്ചുമുള്ളതാണ്. അൽ ബാബു സാലിസ്, മൂന്നാമത്തേത്, ഫി സിദ്ഖി വ ഹഖീഖത്തിഹി, സിദ്ഖിന്റെ വിഷയത്തിലും അതിന്റെ ഹഖീഖത്തിന്റെ വിഷയത്തിലുമാണ്. ഈ 3 ബാബിലായിട്ട് ഈ സിദ്ഖിന്റെയും ഇഖ്ലാസിന്റെയും മഅന നാം പറഞ്ഞു തരാമെന്നാണ് ഇവിടെ പറയുന്നത്. സിദ്ഖും ഇഖ്ലാസും, നിയ്യത്ത് ശരിയാവണമെങ്കിൽ തന്നെ ഇത് രണ്ടും വേണം. അൽ ബാബുൽ അവ്വൽ, ഒന്നാമത്തെ ബാബ്, ഫി ഹഖീഖത്തി നിയ്യത്തി വ മഅനാഹ, നിയ്യത്തിന്റെ ഹഖീഖത്തിലും അതിന്റെ മഅനയിലും പറയുന്ന ബാബാണ്. ഫി, ഈ വിഷയത്തിലുണ്ട്, ബയാനു ഫളീലത്തി നിയ്യത്തി, നിയ്യത്തിന്റെ ഫളീലത്തിനെ വിവരിക്കലുണ്ട്. ബയാനു ഹഖീഖത്തി നിയ്യത്തി, നിയ്യത്തിന്റെ ഹഖീഖത്തിനെ വിവരിക്കലുണ്ട്. ബയാനു കൗനിൻ നിയ്യത്തി ഖൈറൻ മിനൽ അമൽ, നിയ്യത്ത് അമലിനേക്കാൾ ഖൈറാണെന്നുള്ളതിനെ ബയാൻ ചെയ്യലുമുണ്ട്. ബയാനു തഫ്ളീലിൽ അഅമാലിൽ മുതഅല്ലിഖത്തി ബിൻ നഫ്സി, നഫ്സുമായി ബന്ധപ്പെട്ട അമലുകളുടെ ശ്രേഷ്ഠപ്പെടുത്തലിനെ ബയാൻ ചെയ്യലുമുണ്ട്. നഫ്സുമായി ബന്ധപ്പെട്ട അമലുകളുടെ ശ്രേഷ്ഠത. ബയാന് ഖുറൂജിൻ നിയ്യത്തി അനിൽ ഇഖ്തിയാരി, നിയ്യത്ത് ഇഖ്തിയാറിന് തൊട്ട് പുറപ്പെട്ടതാണെന്ന് വിവരിക്കലുമുണ്ട്. അഥവാ ഇഖ്തിയാറിനല്ല നിയ്യത്ത് എന്ന് പറയുന്നത്, നിയ്യത്ത് മറ്റൊന്നാണ്, ഇഖ്തിയാർ വേറൊന്നാണ്. അപ്പൊ ഇഖ്തിയാറിനെ തൊട്ട് സ്വന്തം താൻ തീരുമാനിക്കുക, അതാണ് ഇഖ്തിയാർ, സ്വയേഷ്ടം ചെയ്യുക, അതല്ല നിയ്യത്ത്. സ്വയേഷ്ടം ചെയ്യുമ്പോൾ നിയ്യത്ത് വേറെ വേണം. അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളെല്ലാം പുറകെ വരുന്നുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്ത ബാബ് പിന്നീട്.